2025 IPL സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്താകുന്ന നാലാമത്തെ ടീമായി മാറിയിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നാണക്കേടിന്റെ ഒരു ചരിത്രം ആവർത്തിക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. കപ്പടിച്ചാൽ തൊട്ടടുത്ത വർഷം പ്ലേ ഓഫ് കാണാതെ പുറത്താവുക. 3 തവണ കിരീടം നേടിയതിനു ശേഷവും ഇതാണ് കൊൽക്കത്തയുടെ സ്ഥിതി. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെയുള്ള മത്സരം പൂർണ്ണമായും മഴ കൊണ്ടുപോയതോടെയാണ് കൊൽക്കത്ത പ്ലേ ഓഫ് കടക്കില്ലെന്ന കാര്യം ഉറപ്പായത്. 13 മത്സരങ്ങളിൽ നിന്ന് 5 വിജയങ്ങൾ മാത്രമാണ് അജിങ്ക്യ രഹാനെയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തക്ക് നേടാനായത്. 2 മത്സരങ്ങളിൽ മഴ വില്ലനായതോടെ പോയിന്റ് പങ്കുവെക്കേണ്ടതായും വന്നു. ഈ സീസണിൽ മോശം പ്രകടനം നടത്തുമ്പോൾ കൊൽക്കത്ത ഏറ്റവും അധികം മിസ് ചെയ്യുന്ന 3 താരങ്ങളുണ്ട്. മെഗാ താരലേലത്തിന് മുമ്പ് കൊൽക്കത്ത ഇവരെ റിലീസ് ചെയ്യുകയായിരുന്നു. 3 താരങ്ങളും 2025 സീസണിൽ മിന്നുന്ന ഫോമിലാണ്. ഇവരെ വിട്ടുകളഞ്ഞതിൽ കൊൽക്കത്ത ടീമിന് നിരാശ തോന്നുന്നുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ഇതിൽ ഒന്നാമത്തെ താരം കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തയുടെ നായകനായിരുന്ന ശ്രേയസ് അയ്യരാണ്. 2024 സീസണിൽ 14 ഇന്നിങ്സുകളിൽ നിന്ന് 39 ശരാശരിയിൽ 351 റൺസ് നേടിയ താരമാണ് ശ്രേയസ് അയ്യർ. 146.86 ആയിരുന്നു താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും ശ്രേയസ് അയ്യരെ ഈ സീസണിൽ നിലനിർത്താൻ കൊൽക്കത്തക്ക് കഴിഞ്ഞില്ല. താരലേലത്തിലൂടെ പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയ ശ്രേയസ് അയ്യർ കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച പ്രകടനമാണ് ഈ സീസണിൽ പുറത്തെടുക്കുന്നത്. രാജസ്ഥാൻ റോയൽസിനെതിരെയുള്ള മത്സരത്തിന് മുമ്പ് വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 11 മത്സരങ്ങളിൽ നിന്ന് 405 റൺസാണ് ശ്രേയസ് അയ്യരുടെ സമ്പാദ്യം. താരത്തിന്റെ ശരാശരി 50-നും സ്ട്രൈക്ക് റേറ്റ് 180-നും മുകളിലാണ്. ശ്രേയസ് അയ്യരുടെ അഭാവത്തിൽ വെങ്കടേഷ് അയ്യർ, റിങ്കു സിംഗ്, ആൻഡ്രെ റസൽ തുടങ്ങിയ കൊൽക്കത്തൻ മധ്യനിര കാര്യമായ സംഭാവനകളൊന്നും ടീമിനായി നൽകിയില്ല. മാത്രമല്ല ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വലിയ രീതിയിൽ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. താരത്തിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ശ്രദ്ധേയമായ പ്രകടനമാണ് പഞ്ചാബ് കിങ്സ് കാഴ്ചവെക്കുന്നത്. രണ്ടാമതായി കൊൽക്കത്ത മിസ് ചെയ്ത താരം ഓപ്പണർ ഫിൽ സാൾട്ട് ആണ്. കഴിഞ്ഞ സീസണിൽ ഇംഗ്ലീഷ് വെടിക്കെട്ട് താരം ഫിൽ സാൾട്ട് സുനിൽ നരയനൊപ്പം കൊൽക്കത്തയുടെ ഓപ്പണിങ്ങിലെ നെടുന്തൂണായിരുന്നു. 12 മത്സരങ്ങളിൽ നിന്ന് 435 റൺസാണ് സാൾട്ട് അടിച്ചുകൂട്ടിയത്. എന്നാൽ ഈ സീസണിൽ സാൾട്ടിനെ റിലീസ് ചെയ്ത കൊൽക്കത്ത ക്വിന്റൺ ഡീകോക്കിനെയും റഹ്മാനുല്ല ഗുർബാസിനെയും ടീമിലെത്തിച്ചു. എന്നാൽ ഡീകോക്കും ഗുർബാസും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് പുറത്തെടുത്തത്. ഡീകോക്ക് 7 മത്സരങ്ങളിൽ നിന്ന് 143 റൺസും ഗുർബാസ് 5 മത്സരങ്ങളിൽ നിന്ന് 74 റൺസും മാത്രം നേടി. എന്നാൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ബാറ്റിംഗ് നിരയിൽ ഫിൽ സാൾട്ട് നിർണായക സാന്നിധ്യമായി മാറി. കൊൽക്കത്ത റിലീസ് ചെയ്ത് ഈ സീസണിൽ മറ്റൊരു ടീമിനായി ശ്രദ്ധേയമായ പ്രകടനം നടത്തുന്ന 3ാമത്തെ താരം ഷെർഫൈൻ റൂദർഫോർഡാണ്. കഴിഞ്ഞ സീസണിൽ കൊൽക്കത്ത ഒരു മത്സരത്തിൽ പോലും അവസരം നൽകാത്ത താരമാണ് റൂദർഫോർഡ്. എന്നാൽ ഈ സീസണിൽ ഗുജറാത്തിലെത്തിയ റൂദർഫോർഡ് ഇതുവരെ 9 മത്സരങ്ങൾ കളിച്ച് 229 റൺസ് ടീമിനായി നേടി. ടീമിനായി 70%-ലധികം റൺസും സ്കോർ ചെയ്ത സുദർശൻ, ഗിൽ, ബട്ട്ലർ ത്രയങ്ങൾക്ക് പിന്നിൽ ഗുജറാത്ത് ബാറ്റർമാരിൽ റൺവേട്ടയിൽ 4ാം സ്ഥാനത്താണ് റൂദർഫോർഡ്. കൊൽക്കത്തയുടെ മധ്യനിരയിൽ വെങ്കടേഷ് അയ്യരും റസലും രമൺദീപ് സിംഗും റിങ്കു സിംഗുമെല്ലാം നിരാശപ്പെടുത്തിയ സാഹചര്യത്തിൽ റൂദർഫോർഡ് ഒരു മികച്ച ഓപ്ഷൻ തന്നെയായിരുന്നു. എന്തായാലും കൊൽക്കത്ത റിലീസ് ചെയ്ത പല താരങ്ങളും മറ്റു ടീമുകൾക്കായി ഈ സീസണിൽ മികച്ച പ്രകടനം പുറത്തെടുത്തിരിക്കുകയാണ്. ഇനി അടുത്ത സീസണിന് വേണ്ടി മികച്ചൊരു ടീമിനെ പടുത്തുയർത്താനാണ് കൊൽക്കത്ത ലക്ഷ്യമിടുന്നത്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ ടീം ഉടൻ തന്നെ ആരംഭിച്ചേക്കും.